നമസ്കാരം. ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെ പറ്റിയാണ്. നേരത്തെ എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വായു എന്തുമാത്രം പ്രാധാന്യമാണ്. അത് നമ്മുടെ രക്തം ശുദ്ധീകരിക്കുന്നത് പോലെ തന്നെ, പോലെ എന്നുള്ളതല്ല, അതിനും നമുക്ക് നമ്മുടെ ശ്വാസകോശം വളരെ അത്യാവശ്യമാണ്. അതായത് നമ്മുടെ ബ്ലഡിനെ രണ്ടിനമാണ്. ഒന്ന് വീനസ് ബ്ലഡ് എന്ന് പറയും, അതായത് രക്തക്കൊഴൽ രണ്ടിനം, വെയിൻ എന്ന് പറയും. അതിൽ കൂടെ അശുദ്ധ രക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അശുദ്ധ രക്തമായിട്ട് നമുക്ക് രക്തമില്ല. അതൊരു ഇൻഫർമേഷന് വേണ്ടി പറയുന്നത്. കാരണം അതിന് നൺ അല്ലെങ്കിൽ ലെസ് ഓക്സിജനേറ്റഡ് ബ്ലഡ്. പിന്നെ ശുദ്ധരക്തം വഹിക്കുന്നതാണ് ആർട്ടറി എന്ന് പറയും. അപ്പോൾ ഈ രണ്ട് രക്തക്കൊഴലാണുള്ളത്. അപ്പോൾ ഇതിനെ ശുദ്ധീകരിക്കുന്നത് മുഴുക്കിയതാണ് നമ്മുടെ ശ്വാസകോശമാണ്. അപ്പോൾ ഈ ശ്വാസകോശത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ പ്രാധാന്യമാണ്. ഈ ശ്വാസം മുട്ട് ഇല്ലാത്ത ആളുകൾ തന്നെ ഇപ്പോൾ ഇല്ല. ഇതിന് വരാം, ക്യാൻസർ വരാം, ടി ബി ഉണ്ടാവാം, ട്യൂബർക്ലോസിസ് നമ്മൾ പറയും, അതുണ്ടെങ്കിൽ മലയാളത്തിൽ ക്ഷയം എന്ന് പറയും. അങ്ങനെ പിന്നെ ആസ്മ, അലർജി, ഇതെല്ലാം ശ്വാസകോശത്തിനെ പറ്റി ഉണ്ടാകുന്നതാണ്. നമുക്കിതെല്ലാം പ്രധാനമായിട്ട് വരുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, നമ്മുടെ ആഹാരം. രണ്ട്, നമുക്ക് വേണ്ടുന്ന ശ്വസിക്കാനുള്ള വായു. അതുപോലെ കഴിക്കാനുള്ള വായു എന്ന് തന്നെ, അതും കഴിക്കുകയാണ്. വെള്ളം കുടിക്കുക, ശ്വാസം കഴിക്കുക, ആഹാരം കഴിക്കുക. അപ്പോൾ ഈ ശ്വാസം എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അപ്പോൾ നമുക്ക് ലങ്സിനെ എങ്ങനെ നമുക്ക് ഉത്തേജനം ചെയ്തെടുക്കാൻ സാധിക്കും? നമുക്കൊരു ശ്വാസമുട്ട് ഏതെങ്കിലും സിവിയറായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു എക്സ്റേ, പ്രത്യേകിച്ച് ഡിജിറ്റൽ എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ ശ്വാസം മുട്ടിൻ്റെ ഒരു പരിധി വരെയുള്ള കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. ഇപ്പോൾ ഈ ലങ്സ് നിറച്ച് ചിലപ്പം കഫം കെട്ടിക്കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ അതിനെ കഫം അലിയിക്കാനുള്ള നാച്ചുറൽ മെത്തേഡിലുള്ള മെഡിസിൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു പരിധി വരെ നമുക്ക് മാറ്റാൻ പറ്റും. പിന്നെ നമുക്ക് അലോപ്പതിയിൽ ഉപയോഗിക്കാം, മോഡേൺ മെഡിസിൻ ഉപയോഗിക്കാവുന്നത് ബ്രോങ്ക്യൂ ഡയലറ്റേഴ്സ് എന്ന് പറയും. ഈ ബ്രോങ്ക്യൂ ഡയലറ്റേഴ്സ് മോഡേൺ മെഡിസിനിലുണ്ട്, ഹോമിയോപ്പതിക് മെഡിസിനിലുണ്ട്, ആയുർവേദത്തിലുമുണ്ട്. പക്ഷേ എനിക്ക് മെഡിസിനെ പറ്റി ഞാൻ കമ്പയർ ചെയ്യുന്നില്ല കൂടുതലായിട്ട്. ഇതിൽ എല്ലാത്തിലുമുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ശ്വാസം മുട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ഡോക്ടർ അല്ലെങ്കിൽ വലിയ തിരക്കില്ലാത്ത സ്ഥലത്ത് പോകണം. ഈ ഏത് സോക്കേടായി കഴിഞ്ഞാലും വലിയ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് പോയി കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് ഇതെല്ലാം കൂടി നോക്കാനൊക്കില്ല. ഇപ്പോൾ ഞാൻ എൻ്റെ ക്ലിനിക്കിൽ തന്നെയും ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ പറയും, നമുക്ക് സാധാരണ പോലെ അല്ല, ഞാനിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാം നോക്കും. അപ്പോൾ ഏകദേശം നമ്മൾ അറ്റ്ലീസ്റ്റ് ചെറുതായിട്ട് നോക്കി വരുമ്പോൾ തന്നെ 1 മണിക്കൂർ കൂടുതൽ വരും. അതേസമയം ഗവൺമെൻറ് ഹോസ്പിറ്റലാണെങ്കിൽ പ്രൈവറ്റ് ആയി കഴിഞ്ഞാൽ ടോക്കൺ എടുക്കും, ഒരു 50 ടോക്കൺ കാണും, അരമണിക്കൂർ കൊണ്ട് ഇത് തീരണം. അപ്പോൾ ആർക്കും ഇതിൻ്റെ ശ്വാസം വിട്ട് ഒരു സ്റ്റെതസ്കോപ്പ് വെച്ചിട്ട് ശ്വാസം പോകുന്നുണ്ടോ വരുന്നുണ്ടോ എന്തുമാത്രം ഡിഫിക്കൽട്ടി എന്ന് പോലും ഡോക്ടർക്ക് നോക്കാൻ പറ്റത്തില്ല. അത് ഡോക്ടർമാരുടെ കുഴപ്പമല്ല, നമ്മുടെ പേഷ്യൻസിൻ്റെ ക്രൗഡ് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കഴിയുന്നതും ഏത് സിസ്റ്റമായാലും കുഴപ്പമില്ല, അടുത്തുള്ള ഡോക്ടറെ അടുത്ത് തന്നെ പോകണം. പിന്നെ ഈ ലങ്സിന് ഒരുപാട് പ്രോബ്ലംസ് വരുന്നതിൻ്റെ കാരണം ഈ വാട്ടറിൽ നിന്ന് വരും, ആഹാരത്തിൽ നിന്ന് വരും, കാലാവസ്ഥ കൊണ്ടും വരും. ഇപ്പോൾ ഉദാഹരണം, ആസ്മ വരുന്ന പേഷ്യൻസിന് ഈ ആസ്മ കൂടുന്ന എപ്പോഴാണ്? കറുത്ത പാവനാണ്. അപ്പോൾ നമ്മൾ വേറൊന്നും നോക്കേണ്ട കാര്യമില്ല. ആസ്മ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കറുത്ത പാവുണ്ടോ നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം. പിന്നെ സ്ത്രീകളിൽ ഇതുണ്ടാവും, മിസ്കാരേജ്, ഈ പീരീഡ് അല്ലെങ്കിൽ ഗർഭം അലസുന്ന സമയം ഏറ്റവും കൂടുതൽ കറുത്ത പാവാണ്. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം പ്രകൃതിദത്തമായിട്ടും അല്ലാതായിട്ടും ലങ്സിലെ ഈ ഓക്സിജൻ കുറവായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡിൽ ഓക്സിജൻ കുറവായിരിക്കും. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഡ് ചേഞ്ച് അന്നേരം ഉണ്ടാവും. ബ്ലഡ് ചേഞ്ച് ഉണ്ടാകുമ്പോഴത്തേക്കാണിത് വരുന്നത്. വളരെ കെമിക്കൽ ആക്ഷനും ഉണ്ടാവും. ഒരു ഡോക്ടർമാർ വിചാരിക്കും, ഇപ്പോൾ ഈ ഡോക്ടർ എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇതൊക്കെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അല്ലെങ്കിൽ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നോക്കിയാൽ മാത്രം മതി. തിയററ്റിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയും. ഇപ്പം പിന്നെ അടുത്തത് ഇൻഫെക്ഷനായിട്ട് വരും. ട്യൂബർക്ലോസിസ് പ്രധാനമായിട്ട് വരുന്നത് ഈ ആഹാരത്തിൻ്റെ കുറവുകൊണ്ടുള്ളവർക്ക് വരാം, അല്ലെങ്കിൽ കൃത്യസമയത്തിന് ക്ഷയം എന്ന് പറയുന്നത് കൃത്യസമയത്തിന് ആഹാരം കഴിക്കാത്തതുകൊണ്ട് വരാം. പിന്നെ പട്ടിണി കിടക്കുന്നതുകൊണ്ടും വരാം.
അതായത് ഇതിൻ്റെ ഇത് ബാസിലസ് എന്ന് പറയുന്നത് ബാക്ടീരിയ, കാരണം ഈ രോഗാണുക്കൾ ബാക്ടീരിയ, ബാസിലസ്, ഫംഗസ് ആൻഡ് പൈറസ് ഇങ്ങനെ പല രീതിയിലുമുണ്ട്. പിന്നെ അതിൽ ഈ TB ബാസിൽസ് എന്നാണ് പറയുന്നത്. അതിൻ്റെ പറയുന്നത് ആസിഡ് ഫാസ്റ്റ് ബാസിൽസ് എന്നാണ്. അതായത് ഇത് അസിഡിറ്റി അസിഡിറ്റി ഉള്ളവരിലാണ് ഈ ട്യൂബർക്ലോസിസ് കൂടുതലും വരുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഇതാണ്. പ്രത്യേകിച്ച് ഡോക്ടർമാരും മെഡിക്കൽ ഫീൽഡ് വർക്ക് ചെയ്യുന്നവർക്കാണ് ഈ ഇത് കൂടുതൽ വരാൻ സാധ്യത. കാരണം എംപ്റ്റി സ്റ്റൊമക്ക് പാടില്ല. ഡോക്ടറായാലും ഏത് ജോലിക്കായാലും നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കുമായിട്ട് വെളിയിലോട്ട് പോകാനേ പാടില്ല. അപ്പോൾ എംപ്റ്റി സ്റ്റൊമക്കിലാണ് ഈ ട്യൂബർക്ൽ ബാസിലസ് വളരുന്നത്. ഇത് വളർന്നു വന്നു കഴിഞ്ഞാൽ അത് ആദ്യമായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ലങ്സിനെ തന്നെയായിരിക്കും. അപ്പോൾ ഇതിന് ഒഴിവാക്കാൻ പ്രധാന ഇതേയുള്ളൂ. നമ്മൾ കൃത്യസമയത്ത് വെള്ളം കുടിക്കുക, കൃത്യസമയത്തിന് ആഹാരം കഴിക്കുക, പിന്നെ കഴിയുന്നതും പട്ടിണിയുള്ളവർ നമുക്കൊന്നും ചെയ്യാനൊക്കെ അവരുടെ പട്ടിണി മാറ്റാനുള്ള കാര്യങ്ങൾ പിന്നെ നമ്മുടെ സമൂഹം ചെയ്യണം. സമൂഹം എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിലൊന്നും പിന്നെ നോക്കാനും കാണാനുള്ള സൗകര്യമൊന്നും വരുന്നില്ല. ഇപ്പോൾ ഒരു കണക്കനുസരിച്ചിട്ട് ഏറ്റവും കൂടുതൽ പട്ടിണിക്കാരുള്ളത് പിന്നെ യു പിയിലുള്ളതാണ്. യു പിയിലുള്ള പല ഗ്രാമങ്ങളും, അതുപോലെ മഹാരാഷ്ട്രയിലുള്ള, ഇതെല്ലാം വലിയ റിച്ച് സ്റ്റേറ്റായിട്ടാണ് കണക്കാക്കുന്നത്. കേരളം ഒട്ടും മോശമല്ല, കേരളത്തിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട്. അപ്പം ഈ TB വരുന്നതിന് പ്രധാന കാരണം ഈ പട്ടിണി കിടക്കുന്നതുകൊണ്ടും ആഹാര സമയത്തിന് കഴിക്കാത്തത് കൊണ്ടും വെള്ളം കുടിക്കാത്തതുകൊണ്ടുമാണ്. അപ്പോൾ നമ്മൾ പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ നമുക്ക് ശുദ്ധവായു അല്ലെങ്കിൽ ശുദ്ധമായിട്ടല്ലെങ്കിൽ ലങ്സ് ഡിസീസ് ഒരു പരിധി വരെ നമുക്ക് യോഗ കൊണ്ടും പ്രാണായാമം കൊണ്ടും, അതിന് പറയുന്നത് എന്താണ്, ഡ്രഗ്ലെസ് ട്രീറ്റ്മെൻറ്റ് എന്നാണ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്നില്ല, മരുന്ന് ഉപയോഗിക്കുന്നു. നമ്മുടെ ബോഡി തന്നെ നമ്മുടെ ഡോക്ടറാണ്, നമ്മുടെ ബോഡി തന്നെ നമ്മുടെ ലബോറട്ടറിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിന് പല മെത്തേഡ്സ് ഉണ്ട്. അതിന് ഞാൻ പ്രാക്ടിക്കലായിട്ട് ഓരോന്ന് കാണിക്കാം. നമ്മുടെ ബോഡി തന്നെ എല്ലാം പറയും. ഇപ്പോൾ ഒരു ഡോക്ടർ എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ തന്നെയും നമ്മുടെ ബോഡിയാണ് നമ്മുടെ യഥാർത്ഥ ഡോക്ടർ. പിന്നെ നമ്മുടെ ബോഡി തന്നെയാണ് നമ്മുടെ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബോഡി അതിനായിട്ട് പരിശീലിപ്പിച്ചെടുക്കുക. അത് നിങ്ങൾ ഏറ്റവും നല്ലത് യോഗ മെഡിറ്റേഷൻ സെൻറ്ററിൽ പോയിട്ട് യോഗ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്സിജൻ ലെവൽ വർദ്ധിപ്പിക്കാൻ സാധിക്കും. അതിൽ കൂടെ അത് നാച്ചുറലായിട്ടുള്ളത്. അല്ലാതെ പിന്നെ ഹെർബൽ മെഡിസിൻസ് ഉണ്ട്, കെമിക്കൽ മെഡിസിൻസ് ഉണ്ട്, അതിന് വൈറ്റമിൻസ് ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. പ്രത്യേകിച്ച് ഒരു പരിധി വരെ വൈറ്റമിൻസും മിനറൽസും ട്രേസ് മിനറൽസും ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്യും. അപ്പം പിന്നെ ഇതൊക്കെ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും പ്രധാനമായിട്ട് ഞാൻ ചെയ്യുന്നത് ബൈപ്പാസ് സർജറി ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, ആൻജിയോഗ്രാം ഒഴിവാക്കുക, പിന്നെ ഹാർട്ട് അറ്റാക്ക് ഒഴിവാക്കാം. ഇതിനെല്ലാം വളരെ ചിലവ് കുറഞ്ഞ ഒരു രീതി ഞാൻ എൻ്റെ സെൻറ്ററിൽ ചെയ്യുന്നുണ്ട്. അതിന് ലേസർ എന്നാണ് പറയും, ലേസർ തെറാപ്പി എന്ന് പറയും. അപ്പോൾ ഇതിനെല്ലാം കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട് വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.